കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൃഷ്ണ, അച്ഛാ. അതെ മോളെ, നഷ്ടപ്പെട്ടു നമ്മൾ കരുതിയ നമ്മുടെ ഈ കോളനിയും ഈ വീടും എല്ലാം നമ്മുടേതായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. അതെങ്ങനെ? ഈശ്വരനായിട്ട് നമുക്ക് തിരികെ തന്നതാ. അച്ഛൻ പറയുന്നത് എല്ലാം മോൾക്ക് മനസ്സിലാവും. അതെ, ഇവരെല്ലാരും മോളെ കാത്തു നിൽക്കായിരുന്നു. ഇതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി മോളോടാ. ആരും ഒരു വിലയും തരാത്ത ഞങ്ങൾക്ക് ഈശ്വരൻ തരുന്ന വിലയാ മോളെപ്പോലുള്ളവരുടെ സ്നേഹം. ഈ നമ്മളാരും ശ്രീലക്ഷ്മിയുടെ ആരുമല്ല. എന്നിട്ടും ഞങ്ങളോട് കാണിച്ച ഈ മനസ്സലിവിന് ദയക്ക് ശ്രീലക്ഷ്മിക്ക് നല്ലത് മാത്രമേ വരൂ. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മയാണ് സരോജൻ. നീ ഈ കോളനിയിൽ എല്ലാവർക്കും മാതൃകയായ അമ്മ. അതെ, സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും സരോജവും സുദർശന ചേട്ടനും മോളെ പഠിപ്പിച്ചതിന്റെ ഫലമാണ് നമ്മളൊക്കെ ഈ കോളനിയിൽ വീണ്ടും തിരികെ വന്നതും കാലുറച്ച് നിൽക്കുന്നതും. ഉള്ള കിളപ്പാടം എങ്ങനെയാണ് പോയതെന്നറിയാതെ ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. തിരികെ ഇവിടെ വരുന്നവരെ കണ്ണീര് തോർന്നിട്ടില്ല ആർക്കും. ഈ തിരിച്ചു വന്നിരിക്കുന്ന ഞങ്ങളൊക്കെ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ലോകത്തിന്റെ എവിടെ പോയാലും ഇവിടെ കിട്ടുന്ന സമാധാനവും ശാന്തതയും വേറെ ഒരിടത്തും ഉണ്ടാവില്ല. ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോ ഇവിടെ ആകെ കാട് പിടിച്ച് ആരും താമസിക്കാനില്ലാതെ. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഇതിനൊക്കെ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ശ്രീലക്ഷ്മി മുഖാന്തരമാണ് ഈ നിൽക്കുന്നവർക്കെല്ലാം അവരുടെ വീടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയത്. ഇനി അത്ഭുതത്തിന്റെ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല ശ്രീലക്ഷ്മി. ഈ നിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണം നേരത്തെ അങ്കിള് പറഞ്ഞില്ലേ ഒരു ഈശ്വരനെ കുറിച്ച്? ആ ഈശ്വരൻ തന്നെയാ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന, ജീവിച്ചിരിക്കുന്ന ദൈവം.
ഞങ്ങൾ ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അതാരാണെന്നറിയോ മോൾക്ക്? ദേ രവിചന്ദ്രവർമ്മ സാറിന് ഇവിടെ ഒരു സ്വാഗതം പറച്ചതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സുദർശന്റെയും സരോജമ്മയുടെയും മകളുടെ ഭർത്താവ് എന്നതിലുപരി ഈ കോളനിയുടെ ഓരോ വീടുകളിലെയും അംഗമായി കഴിഞ്ഞു രവിചന്ദ്രവർമ്മൻ എന്ന ഇദ്ദേഹം. ഇങ്ങനെ ഒരു ആൾ ദൈവത്തെ നമുക്ക് സമ്മാനിച്ച സുദർശനും കുടുംബത്തിനും എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി 2 വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ ലോകത്ത് ഞാൻ താമസിക്കുന്ന വീട് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന പേര് നീരേറ്റ് കോളനി എന്നാവും. കാരണം പരസ്പര സ്നേഹം, വിശ്വാസം, ഒത്തൊരുമ ഇതെല്ലാം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇവിടെയാണ്. രവിചന്ദ്രവർമ്മന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ നിൽക്കുന്ന ഞാൻ മനഃപൂർവ്വമായി മറന്നു ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന കാലഘട്ടം തെരുവോരങ്ങളിലായിരുന്നു. എന്താണോ നിങ്ങളെ വേദനിപ്പിച്ചത് അത് മറക്കാൻ ശ്രമിക്കുക. എന്നാൽ അതിലൂടെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ പാഠം ഒരിക്കലും മറക്കാതിരിക്കുക. ഞാനും എൻ്റെ സുഹൃത്ത് രാജാറാമും കടവരാന്തയിൽ അന്തിയുറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. ഒരു ചായ മേടിച്ചാൽ അത് 2ആയി പകുത്ത് ഞങ്ങൾ കുടിക്കുമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ക്ഷണിക്കാത്ത കല്യാണ പാർട്ടികളിൽ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ദിവസം അഭയം തന്നത് ഇതുപോലെ ഒരു കോളനിയിൽ താമസിച്ചിരുന്ന ഒരു വയസ്സായ സ്ത്രീയായിരുന്നു. നാദിറ എന്ന പേരുള്ള ഞങ്ങളുടെ നാദിയമ്മ.
പകലന്തിയോളം ആ ഉമ്മ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യും. മടങ്ങി വരുമ്പോൾ മടുക്കത്തിൽ കുറച്ച് പലഹാരമുണ്ടാവും. ജോലി തേടി അലഞ്ഞു വരുന്ന എനിക്ക് അന്നത്തെ ആ പലഹാരത്തിന് തേനിന്റെ മധുരമായിരുന്നു. അടച്ച കുപ്പിയിൽ ഇന്ന് ലഭിക്കുന്ന മിനറൽ വാട്ടറിനേക്കാൾ സ്വാദും മധുരവും ആ ഉമ്മ കോരുന്ന ചുമട്ട് വെള്ളത്തിനുണ്ടായിരുന്നുവെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജീവിതം തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ഒരു യാത്ര പറച്ചിലിന് പോലും സമയം കിട്ടാതെ ഞങ്ങൾക്ക് അവിടെ വിട്ട് പോരേണ്ടി വന്നു. പിന്നീട് കാലുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. മുന്നിൽ വരുന്ന സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറിയവരാണ് വിജയം നേടിയിട്ടുള്ളത്. പേടി നമ്മളുടെ മനസ്സിനെ പിടികൂടിയാൽ നമുക്ക് പരാജയം സംഭവിക്കും. അതിനാൽ എല്ലാവരും പേടി ഉപേക്ഷിക്കുക, സധൈര്യം മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്നത്തെ ഈ രവിചന്ദ്രവർമ്മൻ ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഞാൻ ഉമ്മയെ അന്വേഷിച്ച് അവിടെ ചെന്നു. പക്ഷേ ജീവിച്ചിരുന്നു എന്നുള്ളൊരു തെളിവ് പോലും വെക്കാതെ, മരിച്ചതിന് ഒരു അടയാളമില്ലാതെ ആ ഉമ്മ യാത്രയായി. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഉമ്മയെ കാണുന്നത് നീരേറ്റ് കോളനി എന്ന ഈ സ്ഥലത്താണ്. ആ ഒരു ഉമ്മ മാത്രമല്ല, അതേപോലെ അനേകം ഉമ്മമാർ, സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്ന സഹോദരങ്ങൾ, കൂട്ടുകാർ. നിങ്ങളെല്ലാവരും എൻ്റെ കഴിഞ്ഞ ഏതോ കാലഘട്ടത്തിലെ ഓരോരുത്തരുമായിട്ടും സാമ്യമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ കണ്ടെത്തിയ എൻ്റെ സൗഭാഗ്യമാണ് എൻ്റെ ശ്രീലക്ഷ്മി. എന്നോ ഇരൾ മൂടിയ എൻ്റെ ജീവിതം പ്രകാശഭരിതമാക്കിയത് ഇവളാണ്. ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങളിലും ഒരുമിച്ചുള്ള ജീവിതത്തിലും ഈ സ്ഥലവും ഇവിടുത്തെ ആളുകളും വഹിച്ച പങ്ക് ചില്ലറയല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, അയൽക്കാർ, അങ്ങനെ എല്ലാവരും. അങ്ങനെയുള്ളപ്പോ നിങ്ങളൊക്കെ എങ്ങനെയാ എനിക്ക് അന്യനാകുക? ആ അന്യതാബോധം ഒട്ടും തന്നെ ഇല്ലാത്തതിനാലാണ് നിങ്ങളെ കബളിപ്പിച്ച് കൈക്കലാക്കിയ ഈ സ്വർഗം ഞാൻ തിരിച്ചു പിടിച്ച് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങളുടെ കൂടെയാണ് ശ്രീലക്ഷ്മി കൂടുതലും ജീവിച്ചത്. ഈ നടയിലാണ് ഓടിക്കളിച്ചത്. അമ്മമാരായും സഹോദരങ്ങളായും കൂട്ടുകാരായും എന്നും നിങ്ങൾ ഇവിടെ തന്നെ വേണം. ശ്രീലക്ഷ്മിക്ക് മാത്രമല്ല, എനിക്കും. ഇന്ന് ഈ കേരളത്തിൽ നിങ്ങളെപ്പോലെ വേദന അനുഭവിക്കുന്നവർക്ക് തണലേകാൻ എന്നെപ്പോലെ ഒരുപാട് പേർക്ക് സാധിക്കും. അത് നിങ്ങളെപ്പോലുള്ളവരെ അവർ മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും ശ്രീലക്ഷ്മിയും ഉണ്ടായിരുന്നാൽ മാത്രം മതി. നന്ദി, നമസ്കാരം. ഇനി ഈ കോളനിയിലെ ആധാരം കൈമാറുന്നതിന് നമ്മുടെ കോളനിയിലെ താമസക്കാരനും ശ്രീ രവിവർമ്മൻ സാറിന്റെ ഭാര്യാപിതാവുമായ ശ്രീ സുദർശനെ ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എല്ലാത്തിനും ഒരു നിമിത്തമായെങ്കിലും ഈ ആധാരം കൈമാറേണ്ടത് ഞാനല്ല. എന്നെയും നിങ്ങളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച ഒരാളുണ്ട്. അയാളാണ്. ആ ആളിന്റെ കണ്ണീരിന്റെ ഫലമാണ് എന്നെ ഇത് ചെയ്യിക്കാൻ കൂടുതൽ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആള് വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ ശ്രീലക്ഷ്മി തന്നെയാണ്. ശ്രീലക്ഷ്മി, കമാൺ. ചെല്ലുമോളെ, പതുക്കെ വാ.
അമ്മേ ആരും കഴിച്ചോ? കഴിച്ചു. രേഖ എവിടെ? മുകളിൽ കാണും. ആ എന്താ അമ്മയ്ക്കൊരു സംശയം പോലെ? രേഖ വഴക്കുപോലെ ഉണ്ടാക്കിയോ? ഏയ് ഇല്ല. എന്നാ ശരി അമ്മ. മോനെ രഘു, എന്താ അമ്മേ? അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ, എന്തു പറ്റി? ഇന്നിവിടെ ജോത്സ്യര് വന്നിരുന്നു. അമ്മ വിളിച്ചിട്ട് വന്നതാ. ആ നിനക്കറിയാലോ, പ്രശ്നങ്ങൾ തീർന്ന് സമയമില്ല ഈ വീട്ടിൽ. അതിനൊരു പരിഹാരമായി ജോത്സ്യൻ പറഞ്ഞത് ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണമെന്നാ. നിന്റെയും രേഖയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും വർഷമായില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. അതൊരു പ്രശ്നപരിഹാരമായി മോൻ കാണണ്ട. എന്നായാലും നിങ്ങൾക്കൊരു കുഞ്ഞു വേണമല്ലോ. പണ്ടൊരു തവണ രേഖയോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാ അമ്മേ. അമ്മയായാൽ സൊസൈറ്റിയിലുള്ള നിലയും വിലയും പോകുന്നു, പ്രായം കൂടുതൽ തോന്നിക്കുന്നൊക്കെയാ അവൾ അന്ന് പറഞ്ഞ മറുപടി. ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും വഴക്കിടാറുമുണ്ട്. മനസ്സുകൊണ്ട് പോലും ഒരു അമ്മയാവാൻ അവൾക്ക് കഴിയില്ല എന്നാണ് ആ വഴക്കിന്റെ അവസാനം അവൾ പറഞ്ഞു നിർത്തുന്നത്. ഇപ്പൊ അതേപ്പറ്റി ഞാൻ സംസാരിക്കാറ് പോലുമില്ല. ഒരമ്മയുടെ മഹത്വവും കടമയും തിരിച്ചറിയാത്ത ഒരാളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനിയിവിടെ കുറെ ജോലികൾ ബാക്കിയുണ്ട്. അതാ ഇവിടെ താമസിച്ചിട്ട് പോകാന്ന് പറയാതിരുന്നത്. വാടക വീട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ നാളെ എത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ, ഇനിയും ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ മാറി താമസിക്കണമെന്നൊരു തോന്നലുണ്ടായാൽ അത് എന്റെയും ശ്രീലക്ഷ്മിയുടെ ഒപ്പമായിരിക്കണം. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത്, ഓടി വന്ന് കാണാൻ കഴിയുന്ന ദൂരത്ത് നിങ്ങളുണ്ടായിരിക്കണം. പിന്നെ ജോലിയുടെ കാര്യം, ഇനിയും തട്ടുകട നടത്തി ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ആത്മാഭിമാനത്തിന്റെ കാര്യമാണ്. എങ്കിലും താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്യരുതെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ത് വേണമെന്നുള്ളത് ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെയും അമ്മയുടെയും തീരുമാനമാണ്. ശരി, രാത്രി യാത്ര വയ്ക്കുന്നില്ല. ശ്രീലക്ഷ്മി പോ. സാർ, ഇതിനൊക്കെ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാലും തീരുന്നതല്ല. ഓരോ കാര്യങ്ങളിലും ഓരോ ദിവസവും സാറ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തതൊക്കെയും ഒരു ചിരിയിൽ ഒതുക്കുമ്പോഴും സാറിന് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു എന്നൊരു ബന്ധം കൊണ്ട് സാറി ചെയ്യുന്നത് ഒരു സാധാരണ മരുമകൻ ചെയ്യുന്ന ഉപകാരങ്ങളെക്കാൾ എത്രയോ വലുതാണ്. ചില കാര്യങ്ങൾക്ക് മറുപടിയായി കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഒരു ചിരിയിൽ ഒതുക്കുന്നതാണ് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ നല്ലത്. നിങ്ങളുടെ മുഖത്തും ആ ചിരി കാണാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാലേ ശ്രീലക്ഷ്മിക്ക് സന്തോഷം ഉണ്ടാവും, അതുവഴി എനിക്കും. പിന്നെ മകളെ കല്യാണം കഴിച്ച മരുമകൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മകൻ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ എന്തും ചെയ്യും. നിങ്ങളിത് എവിടെയായിരുന്നു പിള്ളേരെ? സാറും ശ്രീമോളും പോകാൻ ഇറങ്ങി നിക്ക. പത്മിനി വന്നില്ല ഇതുവരെ? ഇല്ല ആന്റി, കുറച്ചുകൂടെ താമസിച്ചേ വരുള്ളൂ എന്നാ പറഞ്ഞേ. ആ അല്ല, സുധമോൾ എവിടെ? ആ പെണ്ണിനെ ഉച്ചയ്ക്ക് ശേഷം കണ്ടതേ ഇല്ലല്ലോ. നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ല ആന്റി, സുധേച്ചി ഞങ്ങളും കണ്ടില്ല. ആരെക്കുറിച്ചാ സരോജമ്മി പറയുന്നത്?